തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ പിടിയിൽ. സുരേഷ്, ജിത്തു, ഷെറിൻ, ജിബിൻ എന്നിവരാണ് പിടിയിലായത്. 8ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഈ ആക്രമണത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരും അറസ്റ്റിലായിട്ടുണ്ടോ? വിവരങ്ങളെന്ത്? ലക്ഷ്മി, ആക്രമണത്തിൽ ഏകദേശം 10-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. നിലവിൽ 4 പേരെയാണ് പോലീസ് പിടിയിലായിട്ടുള്ളത്. അതുപോലെ ഒരാളെയും കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. ഇന്ന് പുലർച്ചെ ഒരു 1 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. 2 പേരും കരോൾ സംഘങ്ങളായിരുന്നു. അതിൽ ഈ നിലവിൽ ആക്രമണം നടത്തിയ കരോൾ സംഘത്തിലെ ആളുകൾ കരോൾ കഴിഞ്ഞതിന് ശേഷം മദ്യപിച്ചിരുന്നു. അവർ മദ്യപിച്ചെന്നാണ് പോലീസ് ഈ നിലവിൽ പറയുന്നത്. അതുപോലെ അവർ മദ്യപിച്ച് ഇരിക്കുന്ന ഘട്ടത്തിൽ ആക്രമണത്തിനിരയായ സംഘത്തിലുള്ളവർ ഒരു കാറിൽ വരികയും കാറിൻ്റെ ലൈറ്റ് ബ്രൈറ്റ് ആക്കിയതിനെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. കാറിൻ്റെ ലൈറ്റ് കണ്ണിലടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തർക്കം തുടങ്ങിയത്. തുടർന്ന് ഇത് വലിയ സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ ആക്രമണത്തിനിരയായ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ ആക്രമണത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവരുടെ വീടിൻ്റെ ഗേറ്റിൽ നിരവധി തവണ അടിക്കുകയും അതുപോലെ മതിലുൾപ്പെടെ ചാടി വീട്ടിനകത്തേക്ക് കടക്കുകയും ചെയ്തു എന്നാണ് ആക്രമണത്തിന് ഇരയായവർ പറയുന്നത്. അവർ പറയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ഈ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. പോലീസ് ഏറ്റവും ഒടുവിൽ നമ്മളോട് പറഞ്ഞത് 2 സംഘങ്ങളും കരോൾ സംഘങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഈ ആക്രമണം നടത്തിയ കരോൾ സംഘം മദ്യപിച്ചിരുന്നു. കരോൾ നടത്തിയതിനു ശേഷം മദ്യപിച്ചിരുന്നു. തുടർന്ന് ഈ ആക്രമണത്തിനിരയായവർ കാറിൽ വരികയും ആ കാറിൻ്റെ വെട്ടം കണ്ണിൽ മുഖത്തടിച്ചു എന്നതിനെ തുടർന്ന് ഇവർ തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് സംഘർഷത്തിലേക്ക് എത്തുകയുമായിരുന്നു. നിലവിൽ 4 പേരാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. സുരേഷ്, ജിത്തു, ഷെറിൻ, ജിബിൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ ഈ കുമ്പനാട് പ്രദേശവാസികൾ തന്നെയാണ്. ഇവരെല്ലാവരും പരസ്പരം അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇതിൽ ഒരാളെയും കൂടി നിലവിൽ പോലീസിൻ്റെ പിടിയിലാകാനുണ്ട്. എന്നാൽ സംഘർഷത്തിൽ കേവലം ഈ 5 പേർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 10-ന് മുകളിൽ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്, 10-ന് മുകളിൽ ആളുകളാണ് ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. തടി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് ഈ ആക്രമണത്തിന് ഇരയായവർ പറയുന്നത്. ലക്ഷ്മി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.